ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിലക്കുറവിൽ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വാഴയിൽ നിന്നുള്ള കുല പഴുത്ത് കിട്ടുമ്പോഴോ ഒക്കെ കുറച്ച് അധികം പഴം വീട്ടിലുണ്ടാവാറില്ലേ? അങ്ങനെ ഉണ്ടാകുന്ന പഴം ഒരൊറ്റ എണ്ണം പോലും കേടായി പോകാതെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലൊക്കെ വേനൽക്കാലമായപ്പോഴേക്കും വെറുതെ ഉണങ്ങി തൂങ്ങിക്കിടക്കുന്ന ഈ വാഴക്കൈകൾ കണ്ടില്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് വാഴക്കൈകൾ വെട്ടിയെടുക്കാം. പിന്നെ വാഴക്കൈകൾ വെട്ടിയെടുക്കുമ്പോൾ അറ്റത്തോട് ചേർത്ത് തന്നെ വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ. നന്നായിട്ട് ഉണങ്ങിയ 10 വാഴക്കൈകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലകളെല്ലാം പറിച്ച് കളയണം. ഓരോ വാഴക്കൈയുടെയും ഇലകളെല്ലാം പറിച്ച് കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ വെറുതെ കളയുന്ന വാഴയില കൊണ്ട് അടിപൊളി കൂൺ കൃഷി ചെയ്യാട്ടോ. വാഴയില കൊണ്ട് കൂൺ കൃഷി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാം. അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടോ. ഇതാ ഞാനിവിടെ വാഴക്കൈയിലെ ഇലകളെല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നും 2 കൈപ്പത്തി അകലത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു സേഫ്റ്റി പിന്നാണ്. ഒരു പിൻ കൊണ്ട് മാർക്ക് ചെയ്ത് അവിടെ മുതൽ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. പിൻ കൊണ്ട് ഇങ്ങനെ കീറുന്നത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കീറിയെടുക്കാൻ പറ്റും കേട്ടോ. പിൻ കൊണ്ട് നന്നായിട്ട് കീറിയെടുത്തപ്പോൾ കണ്ടില്ലേ നമ്മൾ റൂമൊക്കെ അടിക്കുന്ന പുൽച്ചൂല് പോലെ ഇരിക്കുന്നത്? ഇതുപോലെ തന്നെ മറ്റ് വാഴക്കൈകൾ നമുക്ക് കീറിയെടുക്കാം കേട്ടോ. വാഴക്കൈകളെല്ലാം 2 കൈപ്പത്തി അകലത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം പിൻ കൊണ്ട് കീറി ചൂല് പോലെയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കീറിയെടുത്ത അറ്റങ്ങളില്ലേ, അതൊക്കെ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാം. പിന്നെ ഞാനിവിടെ 10 വാഴക്കൈകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ബലമുള്ള ഒരു കമ്പ് വേണം. അറിയാലോ, നമ്മുടെ വാഴക്കൈക്ക് അത്ര ബലമൊന്നുമില്ല. അപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു കമ്പ് എടുക്കുന്നത്. നല്ല നീളമുള്ള ബലമുള്ള ഒരു കമ്പ് എടുത്തതിന് ശേഷം നമ്മൾ ആ കീറി വെച്ചേക്കുന്ന വാഴക്കൈയില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം. വാഴക്കൈകളുടെ സെൻറ്ററിലാവണം കമ്പ് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് കമ്പ് വരേണ്ടത്. കമ്പൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഒരു ചരടിട്ട് നമുക്ക് ആ മാർക്കിൻ്റെ തൊട്ട് മുകളിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മറ്റേ അറ്റത്ത് കമ്പ് നീണ്ടിരിപ്പുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണം. അതുപോലെ തന്നെ വാഴക്കൈയുടെ അറ്റം നമുക്കൊന്ന് ലെവലാക്കി മുറിച്ചെടുക്കാം. നമ്മൾ ആദ്യം വള്ളി കെട്ടി കൊടുത്തില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വള്ളിയും കൂടി ഇട്ട് നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം. റൂമൊക്കെ അടിച്ചു വരാനുള്ള നമ്മുടെ അടിപൊളി ചൂല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പിടി ഇട്ട് കൊടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ പഴകി തേഞ്ഞു പോയ ചൂലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു പിടി എടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ വാഴവള്ളി കൊണ്ട് നമുക്കിത് കെട്ടാവുന്നതാണ്. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചരടുണ്ടാവില്ലേ, അതും എടുക്കാം കേട്ടോ. ഇതൊന്നുമില്ലെങ്കിൽ ഒരു സോക്സ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കൈ വേദനിക്കുകയേ ഇല്ല. പിടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതുപോലുള്ള നല്ല അടിപൊളി പുൽച്ചൂലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മുടിയൊക്കെ ചീകുന്ന ഒരു ചീപ്പെടുത്ത് ഈ ചൂലിൻ്റെ അറ്റം ഒന്ന് ചീക്കി കൊടുക്കാം. പിൻ കൊണ്ട് നമ്മൾ കീറിയപ്പോൾ എത്താത്ത ഭാഗമൊക്കെ ഉണ്ടാവില്ലേ, അത് ഈ ചീപ്പ് കൊണ്ട് ചീകുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ പൊഴിഞ്ഞിരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് ചീപ്പ് കൊണ്ട് ചീകുമ്പോൾ മാറി കിട്ടുകയും ചെയ്യും. ഇനി ഒരു കത്രിക കൊണ്ട് നമുക്കിതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് ലെവലാക്കി കൊടുക്കാം. ഇതാ കണ്ടോ, 10 പൈസ ചിലവില്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളി പുൽച്ചൂല് റെഡിയാക്കി എടുത്തത്. നമ്മൾ ഉണ്ടാക്കിയ ചൂല് കൊള്ളാവോന്ന് അറിയണമല്ലോ, അതിനു വേണ്ടി ഒന്ന് അടിച്ചു നോക്കാം. കടയിൽ നിന്ന് വാങ്ങിയ ചൂല് പോലെ തന്നെ ടൈൽസിൽ പൊടിയൊക്കെ പോയി നല്ല ക്ലീൻ ആവുന്നുണ്ട്. റൂമൊക്കെ അടിച്ചു വാരാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഭിത്തിയിലുണ്ടാകുന്ന മാറാലൊക്കെ തട്ടി ക്ലീൻ ചെയ്യാനും പറ്റിയ നല്ലൊരു ചൂലാണിത്. അപ്പോൾ ഇനി ആരും ചൂല് വാങ്ങി വെറുതെ പൈസ കളയണ്ട കേട്ടോ. വെറും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു അടിപൊളി ചൂല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചൂല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചിലപ്പോഴൊക്കെ നമ്മൾ ഉള്ളി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇതുപോലുള്ള ചീഞ്ഞ ഉള്ളിയൊക്കെ കാണാറില്ലേ, അതുപോലെ നമ്മുടെ ഉള്ളിക്കൊട്ടയിലാണെങ്കിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു ചീഞ്ഞ ഉള്ളികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഉള്ളികളൊന്നും നമുക്ക് കറി വയ്ക്കാൻ കൊള്ളില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാറുള്ളത്, വെറുതെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയും. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ചിലരൊക്കെ ഇത് വളമായിട്ട് ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ വേസ്റ്റാക്കി വലിച്ചെറിയുന്ന ഈ ചീഞ്ഞ ഉള്ളികളിൽ കുറേയൊക്കെ നമുക്ക് റീയൂസ് ചെയ്ത് നമ്മുടെ തന്നെ ഫുഡാക്കി എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കറിക്ക് കൊള്ളാത്ത ഉള്ളികളൊക്കെ നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ നിന്നും എടുത്തു മാറ്റണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ഉള്ളികൾ കൂടി ഇതിൻ്റെ ഒപ്പം കിടന്ന് ചീഞ്ഞു പോകും. വേസ്റ്റായ ചീഞ്ഞ ഉള്ളികളെല്ലാം കളക്ട് ചെയ്ത് ഒരു ഭാഗത്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പരന്ന പാത്രമാണ്. ഈ പരന്ന പാത്രത്തിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം.
നിങ്ങൾക്ക് മണ്ണ് കിട്ടുമെങ്കിൽ മണ്ണെടുക്കാം, ഇല്ലെങ്കിൽ ചകിരിച്ചോറ് എടുത്താലും മതി. ഇനി നമ്മൾ ആ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ചീഞ്ഞ ഉള്ളിയെല്ലാം എടുത്ത് ഈ മണ്ണിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അതായത് ഉള്ളിയുടെ ആ വേര് വരുന്ന ഭാഗമില്ലേ, അത് വേണം മണ്ണിലേക്ക് വെച്ച് കൊടുക്കാൻ. ഉള്ളിയെല്ലാം മണ്ണിലേക്ക് വെച്ചതിന് ശേഷം ഒരല്പം വെള്ളം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ മണ്ണൊന്ന് നനഞ്ഞിരുന്നാൽ മാത്രം മതി. അധികം വെള്ളമായാൽ നമ്മുടെ ഉള്ളി ചീഞ്ഞു പോകും. 2 ദിവസം കൂടുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഉള്ളി വളർന്ന് ഇതുപോലെ നിറയെ ഉള്ളിത്തണ്ട് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭൂരിഭാഗം ഉള്ളികളും മുളച്ച് കിട്ടും. ചിലതൊക്കെ മാത്രമാണ് ഒന്നിനും കൊള്ളാത്തതായിട്ടുണ്ടാവുള്ളൂ. കടയിൽ നിന്നൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന സ്പ്രിംഗ് അണിയനില്ലേ, അതാണ് നമ്മുടെ ചീഞ്ഞ ഉള്ളി കൊണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് മുറിച്ചെടുത്ത് മുട്ട ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൂപ്പിലിടാം. അതും അല്ലെങ്കിൽ നമ്മുടെ നോൺ വെജ് കറികളിലൊക്കെ നമ്മൾ സ്പ്രിംഗ് അണിയൻസ് ഇടാറില്ലേ, അതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം മുറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇത് നനച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നമുക്കിതിന്ന് ഉള്ളിത്തണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഉള്ളിക്കൊട്ടയിൽ ചീഞ്ഞ ഉള്ളി ഉണ്ടെങ്കിൽ വേഗം എടുത്തുകൊണ്ട് വന്ന് ഇതുപോലൊന്ന് ചെയ്ത് വെക്കുക. ഒരൊറ്റ ഉള്ളി പോലും നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ടി വരില്ല. ചിലപ്പോഴൊക്കെ വില കുറയുന്ന സമയത്ത് ഇതുപോലുള്ള പഴമൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങാറില്ലേ. അതുപോലെ തന്നെ കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിലെ വാഴക്കൊല പഴുത്തായാലും ഇതുപോലുള്ള പഴമൊക്കെ ഉണ്ടാവാറില്ലേ. ഇങ്ങനെ കൂടുതൽ പഴമൊക്കെ കിട്ടുമ്പോൾ നമുക്കത് മുഴുവനോടെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, കുറച്ചൊക്കെ കഴിക്കും, ബാക്കിയൊക്കെ വെറുതെ ചീഞ്ഞെടുത്ത് കളയും. അതല്ല ചെയ്യാറ്. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ എത്ര കുല പഴമാണെങ്കിലും അല്ലെങ്കിൽ എത്ര വില കുറവിൽ വാങ്ങുന്ന പഴമാണെങ്കിലും ഒരെണ്ണം പോലും വേസ്റ്റാക്കി കളയേണ്ടി വരില്ല. ഇതിവിടെ എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ പഴമാണ് കേട്ടോ. ഇത്രയൊക്കെ കഴിച്ചപ്പോഴേക്കും എല്ലാവർക്കും മതിയായി. ഇതിൽ നിന്നും ഒരൊറ്റ എണ്ണം പോലും വേസ്റ്റാക്കാതെ ഞാനിതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ആ പഴത്തിൻ്റെയൊക്കെ തോലൊന്ന് കളഞ്ഞെടുക്കാം. ഓരോ പഴവും എടുത്ത് നീളത്തിൽ ഇതുപോലെ 2-3 പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ നീളത്തിൽ തന്നെ മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. റൗണ്ട് ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായ പഴമാണെങ്കിൽ അതിൽ പെസ്റ്റിസൈഡ്സോ അതുപോലെ രാസവളങ്ങളോ ഒന്നും ഇടാത്തത് കാരണം കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇതുപോലുള്ളതൊന്നും ഒരെണ്ണം പോലും നമ്മൾ വെറുതെ കളയരുത്. തോല് കളഞ്ഞെടുത്ത മുഴുവൻ പഴവും ഞാനിവിടെ നല്ല സ്ലൈസായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത പഴമെല്ലാം നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള പരന്ന പാത്രങ്ങളിലേക്ക് നിരത്തി കൊടുക്കാം. 2-3 പാത്രങ്ങളിലേക്ക് നിരത്തിയതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. പിന്നെ ഞാനിത് ടെറസിൽ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. നിങ്ങൾ മുറ്റത്തൊക്കെ വെച്ചാണ് പഴം ഉണക്കുന്നതെങ്കിൽ പ്രാണികളും പൊടികളൊക്കെ നമ്മുടെ പഴത്തിലേക്ക് വരാതിരിക്കാനായിട്ട് കനം കുറഞ്ഞ ഒരു ഷോളോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിരിച്ചിടണം. ഇപ്പോൾ നല്ല വെയിലല്ലേ, അതുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പഴം നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. രാവിലെ വെയിലത്ത് വയ്ക്കുന്ന പഴം 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പഴം പാകത്തിന് ഉണങ്ങിക്കിട്ടും. കണ്ടോ, ഞാനിവിടെ പഴം എല്ലാം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഡ്രയറോ ഓവനോ ഒക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്തും നമുക്കിതുപോലെ തന്നെ പഴമൊക്കെ ഉണക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്